നമസ്കാരം, എല്ലാവർക്കും വിൻമേ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് പേടയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങൾ നോക്കാം. 1 കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/4 കപ്പ് പാല്, ഇത്രയാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്, പശു നെയ്യ് 2 ടേബിൾ സ്പൂൺ. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ കൊക്കോ പൗഡർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും മിൽക്ക് പൗഡർ എടുത്തു വെച്ച പാല്, പിന്നെ പൗഡർഡ് ഷുഗർ, പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഇത്രയും സാധനങ്ങൾ നമുക്ക് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇനി അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ഞാൻ. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പോൾ നമ്മൾ പാൽപ്പൊടീൻ്റെ ആ മിക്സ് ഞാൻ നന്നായി ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്ന് നമുക്ക് വിട്ട് വരുന്ന പരുവാകുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് കൈവിടാണ്ട് ഇളക്കുക എന്നില്ലേ. നമുക്ക് പെട്ടെന്നൊരു മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വേഗം വീട്ടിൽ പാൽപ്പൊടി എന്തായാലും ഉണ്ടാവുമല്ലോ നമ്മളെല്ലാവരുടെ വീട്ടിലും. അപ്പം നമുക്ക് വേഗം തന്നെ ഇതുണ്ടാക്കാൻ പറ്റും. നമ്മളെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിനായിട്ടുണ്ട്. നമുക്കിതിനി വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ചോക്ലേറ്റ് പേടയാണ് ആക്കുന്നത്. അപ്പോൾ അതിനോട് നമ്മൾ എടുത്തു വെച്ച കൊക്കോ പൗഡറും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. നമ്മൾ ആദ്യത്തെ മിക്സ്ചറിലേക്ക് ഈ കൊക്കോ പൗഡർ ഇട്ട് നന്നായി ഇളക്കി നല്ലൊരു മാവായിട്ട് വരും. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ലോണം കുഴച്ച് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളായിട്ട് നമ്മളെ പേടേൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടിയെടുക്കാം. അതിനുവേണ്ടി കുറച്ച് എടുത്തിട്ട് നന്നായി ഉരുട്ടി കൊടുക്കാം. ചെറിയ ചെറിയ ബോൾ ആദ്യമാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. അവിടെ നമ്മൾ ഒരു ബദാമിൻ്റെ ഇത് വെക്കുക. അടുത്ത ബോളും കൂടി ഇങ്ങനെ റെഡിയാക്കാം. അപ്പോൾ നമ്മളിതാ എല്ലാ ബോളും നന്നായി ഒരു പേടേൻ്റെ ഷേപ്പിലേക്ക് ഉരുട്ടി അതിൻ്റെ മുകളിലൊരു ചെറിയ ബദാം കൂടി വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് പേടയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള ഒരു പേടയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അടുത്ത പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.